ഇറാന്റെ നാവികസേനയെയും വ്യോമസേനയെയും പൂർണ്ണമായി തകർത്തുവന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരവധി വിമാനങ്ങൾക്കും കപ്പലുകൾക്കും കേടുപാടുകൾ വരുത്തി. ഇറാൻ തിരിച്ചടിക്കാനുള്ള ശേഷി കുറഞ്ഞതായും അവകാശവാദമുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളി ഇറാൻ രംഗത്ത് വന്നു. വേണ്ടിവന്നാൽ നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ഇതുവരെ പുറത്തെടുക്കാത്ത അത്യാധുനിക ആയുധങ്ങൾ കൈവശമുണ്ടെന്നും അവർക്കുള്ള അവകാശവാദം ഉണ്ട്. ഇറാന്റെ വെല്ലുവിളി ട്രംപ് സ്വീകരിച്ചില്ല. ഇറാൻ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഘട്ടത്തിൽ കരയുദ്ധം നടത്തുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ട്രംപ് CNBC-യോട് പ്രതികരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ഇപ്പോൾ യുദ്ധം അത് ഉടൻ തീരുന്ന ഒന്നല്ല. നേരത്തെ ട്രംപും ഇസ്രായേലും ഒക്കെ പറഞ്ഞതുപോലെ 2-3 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുമെന്ന് പറയുന്നു. ചില തിരിച്ചടികളൊക്കെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഉണ്ടായി എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് എന്താണ് സ്ഥിതി? ഇറാന്റെ പ്രത്യാക്രമണം അത് കാര്യമായി ഉണ്ടോ? യെസ് രഞ്ജിത്ത്, ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നു. പക്ഷേ ഇസ്രയേലും സമാനമായ രീതിയിൽ ഉള്ള ആക്രമണം തന്നെ നടത്തുന്നു. ബെയ്റൂട്ടിൽ ശക്തമായ ആക്രമണം നടന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ ഇസ്രയേൽ മിലിറ്ററി ലെബനനിലെ സിഡോണിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ നിന്ന് ഈ ബെയ്റൂട്ടിൻ്റെ സദേൺ സബർബുകളിൽ ആക്രമണം നടത്തിയതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതേസമയം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ബെൻ ഗുറിയോൺ എയർപോർട്ടിൽ ഒരു ആക്രമണം നടന്നതായി ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഇറാൻ മിസൈലാണ് വന്ന് പതിച്ചത് എന്ന വിവരങ്ങളാണ്. പക്ഷേ ഇസ്രായേൽ ആർമി ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന് എത്രമാത്രം കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇല്ല. പക്ഷേ അവിടേക്കൊരു മിസൈൽ വന്ന് പതിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും പതിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഒപ്പം ഇസ്രായേൽ ആർമി ബെയ്റൂട്ടിലെ സദേൺ സബർബുകളിലേക്ക് പുതിയ ആയുധ പ്രഹരം ഉണ്ടാകും എന്ന വിവരങ്ങൾ നൽകുന്നു. ഒപ്പം തന്നെ ഇറാൻ ഇപ്പോൾ അവരുടെ സർക്കാർ സംവിധാനങ്ങൾ അടഞ്ഞുകിടന്നതിനെ കുറെ പാർഷ്യലി തുറക്കാൻ ഒരു പരിധിവരെ തുറക്കാനൊക്കെയുള്ള ശ്രമം നടക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമം ഇറാനിൽ നടക്കുന്നു. ഭാഗികമായെങ്കിലും പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം ഈ ഇസ്രായേൽ ഇപ്പോൾ അവരുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ അലർട്ടുകളോടൊക്കെ വളരെ ഗൗരവത്തോടെ പ്രതികരിക്കണം എന്ന് അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഹോം ഫ്രണ്ട് കമാൻഡ് പലയിടങ്ങളിലും പ്രിയംറ്റീവ് വാർണിംഗ് നൽകുന്നുണ്ട്. മൊബൈൽ ഫോൺ വഴി ഒക്കെ ഈ മിസൈൽ ആക്രമണം നടന്നേക്കാവുന്ന സ്ഥലങ്ങളിൽ വാർണിംഗ് നൽകുന്നുണ്ട്. ചിലയിടങ്ങളിൽ നിന്ന് അവിടുത്തെ റെസിഡൻസിനെ, അവിടുത്തെ താമസക്കാരെ ചെറിയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന സാഹചര്യമൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഇറാനിലെ ഷിറാസ് എന്ന പ്രദേശത്ത് 20 പേർ കൊല്ലപ്പെട്ടു. അവിടെ 30 പേർക്ക് പരിക്കേറ്റു. അവിടെ ഒരു ഇറാൻ സിറ്റിയാണ് ഷിറാസിൽ ഒരു ആക്രമണം നടന്നതായും 20 പേർ കൊല്ലപ്പെട്ടതായും ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നു. അവിടുത്തെ ജലീൽ ഹസാനി എന്ന അവിടുത്തെ ഡെപ്യൂട്ടി ഗവർണർ ആണ് ഇറാൻ്റെ ഈ ഫാർസ് പ്രോവിൻസ് എന്ന് പറയുന്ന ഫാർസ് പ്രവിശ്യയിലുള്ള ഡെപ്യൂട്ടി ഗവർണറാണ് ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുന്നത്. മാത്രവുമല്ല, അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആണ് ഈ ആക്രമണം നടന്നത്. സിബാഷാർ ഡിസ്ട്രിക്റ്റിലാണ് ആക്രമണം നടന്നത്. അവിടെ ആണ് 20ഓളം പേർ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു വിവരം ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ ടെഹ്റാനിലെ മിലിറ്ററി അക്കാദമിയിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നു. അവിടെയും വന്ന് ഈ സ്ഫോടനം നടന്നതിൻ്റെ വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ വ്യക്തമാക്കുന്നത് പുതിയ ഒരു ആക്രമണ പരമ്പരയ്ക്ക് തങ്ങൾ തുടക്കം കുറിക്കുന്നു. ഇതുവരെ ഡിപ്ലോയ് ചെയ്യാത്ത ചില യുദ്ധ സംവിധാനങ്ങൾ ഉണ്ടാകും. അതിൽ ചില ആയുധങ്ങൾ, പ്രത്യേക ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേക തരംഗം തന്നെ ഉണ്ടാകും എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിൻ്റെ വക്താവ് അലി മുഹമ്മദ് നൈനി ആണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ യുദ്ധം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ രൂക്ഷമാകും എന്ന ഒരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ ഹെസ്ബുള്ളയുടെ ടാർഗറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ മിലിറ്ററി ശക്തമായ ആക്രമണം നടത്തുന്നു. പ്രത്യേകിച്ച് സൗത്ത് ലെബനിൻ ടൗണായ കിയാമിൽ ഒക്കെ ശക്തമായ ആക്രമണം നടക്കുന്നതിൻ്റെ വിവരങ്ങൾ. ബെയ്റൂട്ടിൻ്റെ സബർബൻ ഏരിയകളിൽ ആക്രമണം നടക്കുന്നു
അതുപോലെ തന്നെ റെഡ് ക്രിസൻറ്റ് സൊസൈറ്റി അവിടെ ചില ക്ഷേമ പ്രവർത്തനങ്ങളുമായി വരുന്നു. അപ്പോൾ 3000-ഓളം ഇറാനിലെ വീടുകൾ തകർന്നതിൻ്റെ കണക്കുകളാണ് ഈ ഇറാനിയൻ റെഡ് ക്രിസൻറ്റ് സൊസൈറ്റി പുറത്തുവിടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ യുദ്ധത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടാകുന്നു. ഇതുവരെ 200-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞുവെന്ന് യുനിസെഫ് വ്യക്തമാക്കുന്നു. അതിൽ 181 കുട്ടികൾ ഇറാനിൽ നിന്ന് തന്നെയാണ് മരിച്ചിരിക്കുന്നത്. ഇങ്ങനെ അപ്പോൾ എത്രയും ഭീകരമായ ഒരു സാഹചര്യമാണ് യുദ്ധം നമുക്ക് മുന്നിൽ വെക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ജോർദാനിലേക്ക് ഉള്ള ആക്രമണങ്ങളുടെ വിവരങ്ങൾ വരുന്നുണ്ട്. ജോർദാൻ സിറ്റിയിലെ ജോർദാനിലെ ഇർബിദ് എന്ന നഗരത്തിലേക്ക് ഡ്രോൺ പ്രവാഹം വന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇർബിദ് നഗരത്തിലേക്ക് ഡ്രോൺ പ്രവാഹം അത് തടയാനുള്ള ശ്രമങ്ങൾ ജോർദാൻ ആരംഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയും അവിടെ ഡ്രോണുകൾ തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. റിയാദിലേക്ക് ആണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 3 ഡ്രോണുകൾ കണ്ടതായാണ് വിവരം. അത് തടയാൻ ശ്രമിക്കുന്നതായി അവിടുത്തെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒപ്പം ഈ അസർബൈജാൻ ചില ആക്ഷേപങ്ങളുമായി വന്നിട്ടുണ്ട്. ഡ്രോൺ ആക്രമണം അസർബൈജാനിലേക്ക് വരുന്നതായി അവർ ആക്ഷേപിക്കുന്നു. നാക്ചിവിയൻ എന്ന പ്രദേശത്തേക്കാണ്, അസർബൈജാനിലെ നാക്ചിവിയൻ എന്ന ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അവിടെ 4 പേർക്ക് പരിക്കേറ്റു എന്ന ഒരു വിവരങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് ആക്രമണം ഉണ്ടാകും എന്ന് അവരും പറയുകയാണ്. ഇത് ഒരു അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്നതിനാൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് അസർബൈജാനും വ്യക്തമാക്കുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും US കരസേനയെ കാത്തിരിക്കുന്നു എന്ന ഇറാന്റെ പരാമർശത്തോട് മറുപടി നൽകി ട്രംപ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ തന്നെ ഇറാൻ തകർന്ന പശ്ചാത്തലമാണ്, ഇനിയിപ്പോൾ ഒരു കരയുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ഇറാൻ ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് വീണ്ടും ആക്രമിക്കാനുള്ള അത്യാധുനിക ആയുധങ്ങളുണ്ട് എന്നാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗൾഫ് മേഖലകളിൽ ആക്രമണം ഉണ്ടാകുന്നു, ഇസ്രായേലിൽ വലിയ തോതിലുള്ള മിസൈൽ വർഷം ഉണ്ടാകുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.